മൂർത്തി സാറിന്റെയും വസുന്ധര അമ്മയുടെയും വിവാഹ വാർഷികം വരികയാണ്. മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും വെഡിങ് ആനിവേഴ്സറി ഇത്തവണ ഗംഭീരമായി ആഘോഷിക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് ആദർശും നയനയും എത്തുന്നു. കാരണം കഴിഞ്ഞ 2-3 വർഷങ്ങളായി മുത്തശ്ശന്റെ അസുഖത്തോടുള്ള ബന്ധത്തിൽ യാതൊരു തരത്തിലുള്ള ആഘോഷങ്ങളും ഈ സമയത്ത് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ മുത്തശ്ശന്റെ അസുഖമൊക്കെ ഭേദമായി ആരോഗ്യവാനായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷം കൂടി ഈ വേളയിൽ ആഘോഷമാക്കണം. തുടർന്ന് എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് നയന ഈ വിഷയം എടുത്തിടുകയാണ്. മുത്തശ്ശൻ ഓർമ്മയുണ്ടോ, മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും വെഡിങ് ആനിവേഴ്സറി വരികയാണ്. ഞാനിവിടെ വന്നതിന് ശേഷം നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഇവിടെ ആഘോഷിച്ചിട്ടില്ല. മുത്തശ്ശന് വയ്യാതിരുന്നത് കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഈ വീട്ടിൽ എല്ലാവരും വലിയ സങ്കടത്തിലായിരുന്നു. എന്നാൽ ഇപ്പോൾ മുത്തശ്ശന്റെ അസുഖമൊക്കെ മാറി നന്നായിരിക്കുകയാണല്ലോ. അതുകൊണ്ട് നമുക്ക് ഈ വെഡിങ് ആനിവേഴ്സറി നല്ല രീതിയിൽ ആഘോഷിക്കണം. അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ്, മോളെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത്രയും കാലമൊക്കെ ആഘോഷിച്ചില്ലേ? ഒരു വിധത്തിൽ വൃദ്ധരായ ഞങ്ങൾക്ക് ഇതിനോടകം എത്രയോ വിവാഹ വാർഷികങ്ങൾ ആഘോഷിക്കുവാൻ കഴിഞ്ഞു. എൻ്റെ മക്കളും കൊച്ചുമക്കളും കൂടിയൊക്കെ ഈ ദിവസം ഓർത്തിരിക്കുകയും അത് വലിയ ആഘോഷമാക്കിയതൊക്കെ എൻ്റെ മനസ്സിൽ ഒത്തിരി ഓർമ്മകളുണ്ട്. അതൊക്കെ തന്നെ ധാരാളമാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ അത്തരത്തിലുള്ള വലിയ ആഘോഷങ്ങളൊന്നും ആക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. പിന്നെ എൻ്റെ മനസ്സിൽ അതിനേക്കാൾ വലിയ ചില ആഗ്രഹങ്ങളുണ്ട്. അത് ഒരു വലിയ ആകാംക്ഷയായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ഈ വീടിൻ്റെ മുറ്റത്ത് കുറച്ച് കുഞ്ഞുമക്കൾ ഓടി നടന്ന് കളിക്കുന്നത് കാണണം. ആദർശിൻ്റെയും അനിയുടെയും അബിയുടെയും 3 കുഞ്ഞുങ്ങൾ, അവരെ കൂടി കണ്ടിട്ട് കണ്ണടയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഈ വാർദ്ധക്യകാലത്ത് ഓരോ വൃദ്ധന്മാരുടെയും മനസ്സിൽ അങ്ങനെയുള്ള ആഗ്രഹങ്ങളല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ വലിയ ആഘോഷങ്ങൾക്കൊന്നും അവിടെ സ്ഥാനമില്ല. അപ്പോൾ ആദർശ്, അത്തരത്തിലുള്ള മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും ആഗ്രഹങ്ങളൊക്കെ ഉടനെ നിവർത്തിക്കപ്പെടും. പക്ഷേ അതുകൊണ്ട് വെഡിങ് ആനിവേഴ്സറി വേണ്ട എന്ന് പറയുന്നതിൽ ഒരു ന്യായീകരണവുമില്ല. എന്തായാലും ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞതാണ്. ഇപ്രാവശ്യം നമ്മൾ പുറത്തെവിടെയെങ്കിലും നല്ലൊരു ഓഡിറ്റോറിയം എടുത്ത് അവിടെ വെച്ച് നമ്മുടെ ബന്ധുക്കളെയും അഭ്യുദയകാംക്ഷികളെയും ഒക്കെ വിളിച്ചു കൂട്ടിയിട്ട് നല്ല രീതിയിൽ ഈ വെഡിങ് ആനിവേഴ്സറി ആഘോഷമാക്കണം. അല്ല, നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ പിന്നെ ഒന്നും പറയുന്നില്ല. പക്ഷേ ഈ ഓഡിറ്റോറിയം ഒക്കെ എടുത്ത് ഇത്രയും ആഘോഷിക്കുവാൻ തക്കവണ്ണമുള്ള കാര്യമൊന്നുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഈ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ ഉള്ളൂ. ഇവിടെയാണെങ്കിൽ ധാരാളം സൗകര്യമുണ്ട്. കുറച്ച് ആൾക്കാരെ വിളിക്കുക, അവർക്ക് വായ്ക്ക് രുചിയായി ഭക്ഷണം കൊടുത്ത് അവരുടെ മനസ്സ് നിറച്ചു വിടുക. അതിനപ്പുറം എന്താണുള്ളത്? അത് കേട്ടിട്ട് അനി പറയുകയാണ്, മുത്തശ്ശൻ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ നടത്തണം. എൻ്റെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, എനിക്ക് അവരെ വിളിക്കണം. അതുപോലെ ആദർശേട്ടനും ഉണ്ടാവും. പിന്നെ നമ്മുടെ സ്റ്റാഫ്, ബന്ധുക്കൾ, അങ്ങനെ വലിയൊരു കൂട്ടം ആൾക്കാരുണ്ടാവും മുത്തശ്ശ. അതിന് ഈ വീട് പറ്റില്ല, പുറത്ത് തന്നെ വേണം. ഉടനെ അനാമിക അനിയോട് മറുപടിയായി പറയുകയാണ്, എനിക്കറിയാം നിന്റെ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നീ ചാടുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലല്ലേ അവളെ കൂടി വിളിച്ചു വരുത്താൻ പറ്റൂ. അവൻ ഓരോരോ കാരണങ്ങൾ നോക്കിയിരിക്കുകയാണ് അവൻ്റെ പഴയ കാമുകിയുമായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് സംഗമിക്കുവാൻ. പെട്ടെന്ന് മുത്തശ്ശൻ അനാമികയോട്, അനാമികേ, നീ എന്തൊക്കെയാണ് ഈ സംസാരിക്കുന്നത്? ഒരു കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ കയറി ഇത്തരം മോശമായ അഭിപ്രായങ്ങൾ പറയാൻ നിന്റെ അച്ഛനും അമ്മയും ഇങ്ങനെയൊക്കെയാണോ നിന്നെ പഠിപ്പിച്ചിരിക്കുന്നത്? ഞാനിപ്പോൾ പല ആവർത്തിയായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. ഈ വീട്ടിൽ പൊതുവായ ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ നീ ഇത്തരത്തിലുള്ള അനാവശ്യ വാക്കുകൾ കൊണ്ട് അവനെ പലപ്പോഴും ബുദ്ധിമുട്ടിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവൻ അവൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കണമെന്ന് പറയുമ്പോൾ നന്ദു മാത്രമേ അവന് ഫ്രണ്ട്സ് ആയിട്ടുള്ളൂ. അത് മാത്രവുമല്ല, ഇപ്പോൾ പുറത്തു വെച്ച് നടത്തിയാലും അകത്തു വെച്ച് നടത്തിയാലും ആഘോഷമാക്കിയാലും ഇല്ലെങ്കിലും ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ നടക്കുമ്പോൾ നയനമോളുടെ അച്ഛനെയും അമ്മയും വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അവർ വരുമ്പോൾ ആ കൂട്ടത്തിൽ നന്ദുവും വരും. നിനക്കതിനെ തടയാൻ പറ്റുമോ? പിന്നെ എങ്ങനെയാണ് നിനക്ക് അവനെ കുറ്റപ്പെടുത്താൻ പറ്റുന്നത്? അവൻ്റെ കാമുകിയെ കാണാൻ വേണ്ടിയാണ് അവൻ ആഗ്രഹിക്കുന്നത് എന്ന്. ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം, അവൻ നിന്റെ ഭർത്താവാണ്. ആ ഒരു ബോധവും പരിഗണനയും എല്ലായ്പ്പോഴും നിന്റെ ഭാഗത്തു നിന്ന് അവനുണ്ടായിരിക്കണം. നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മുറിയിൽ വെച്ച് നിങ്ങൾക്ക് പരസ്പരം സംസാരിക്കാം. അല്ലാതെ മറ്റുള്ള ആൾക്കാർ ഇരിക്കുമ്പോൾ അവരുടെ ഇടയിൽ വന്നിട്ടല്ല ഇങ്ങനെ ലഹളയുണ്ടാക്കേണ്ടത്. മുതിർന്ന ആൾക്കാരാണ് ഇരിക്കുന്നതെന്നോ സംസാരിക്കുന്ന വിഷയം എന്താണെന്നോ ഒന്നും ഓർക്കാതെ ആരുടെയും മുൻപിൽ എന്തും വിളിച്ചു പറയാം എന്നുള്ള ആ ചിന്താഗതി ഉണ്ടല്ലോ, അതിവിടെ പറ്റില്ല. സ്വന്തം വീട്ടിൽ അതൊക്കെ നടക്കുമായിരിക്കും. പക്ഷേ മാന്യതയില്ലാത്ത ഇത്തരം സംസാരവുമായി മറ്റുള്ളവരുടെ അരികിലേക്ക് പോകരുത്. അങ്ങനെ പോയാൽ നിന്നേക്കാൾ ഉപരി പഴി കേൾക്കുന്നത് നിന്റെ അച്ഛനും അമ്മയുമായിരിക്കും. പറഞ്ഞത് മനസ്സിലായോ നിനക്ക്? ഇത്രയും കേട്ടിട്ട് അനാമിക വല്ലാതെ എളുപ്പിയായി അങ്ങനെ മൗനമായി തല കുനിച്ചു നിൽക്കുകയാണ്. ഈ സമയത്ത് ദേവയാനി നയനയോട് ചോദിക്കുന്നുണ്ട്, മോളെ, നിനക്ക് സുഹൃത്തുക്കളൊന്നുമില്ലേ? അവരെയൊക്കെ വിളിക്കണ്ടേ? അമ്മ, എനിക്ക് അങ്ങനെ കാര്യമായി സുഹൃത്തുക്കൾ ആരുമില്ല. ആകെ കൂടിയുള്ളത് കല്യാണി മാത്രമാണ്. അവളെ ഞാൻ വിളിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും നന്ദുവും. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ അമ്മ എൻ്റെ ലോകം. അത് പിന്നെ മോളെ, ഞാനും കല്യാണിയെ വിളിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ്. ഒത്തിരി നാളായി ആ കുട്ടിയെ കാണുകയും വിളിക്കുകയും ഒക്കെ ചെയ്തിട്ട്. എന്തായാലും ഇത് ഒരു നല്ല അവസരമാണ്. അച്ഛൻ്റെ അസുഖമൊക്കെ ഭേദമായതിനു ശേഷം കാര്യമായ ചടങ്ങുകളൊന്നും നമ്മൾ നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം ഈ ചടങ്ങിലേക്ക് വിളിക്കണം. ഈ സംസാരമൊക്കെ കേട്ടിട്ട് ജലജയ്ക്ക് ഒട്ടും തന്നെ അങ്ങോട്ട് സുഖിക്കുന്നില്ല. ജലജ ജാനകിയുടെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് പറയുകയാണ്, അല്ല ജാനകി,
ഈ കുഴിയിലേക്ക് കാലം നീട്ടിയിട്ടിരിക്കുന്ന തന്തയുടെയും തള്ളയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ഗംഭീരമായിട്ട് ഇത്രയും നാളൊക്കെ ആഘോഷിച്ചതല്ലേ? ഈ ചാകുന്ന സമയം വരെയും ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കണോ? ഇവിടെ ചിലരുടെയൊക്കെ ആവേശം കാണുമ്പോൾ എനിക്ക് അങ്ങ് അത്ഭുതം തോന്നുകയാണ്. നമ്മളും ഇവിടെയൊക്കെ തന്നെയാണ് താമസിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ജാനകി, നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നിന്റെയും അജയന്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ഈ അടുത്ത സമയത്തല്ലേ കഴിഞ്ഞത്? ഇവിടെ ആരെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷിച്ചോ? നിന്റെ മകൻ ഉൾപ്പെടെ ആർക്കെങ്കിലും അതൊന്ന് ആഘോഷമാക്കണമെന്ന് തോന്നിയോ? ഇല്ലല്ലോ. ആകെ കൂടി ഒരു കേക്ക് വാങ്ങിക്കൊണ്ടൊന്ന് മുറിച്ച് എല്ലാവർക്കും പങ്കിട്ടു, പരിപാടിയും അവസാനിപ്പിച്ചു. പക്ഷേ മറ്റു ചിലർക്കൊക്കെ മുറ്റത്തോട്ടിറങ്ങിയാലും അകത്തോട്ട് കയറിയാലും ആഘോഷങ്ങളാണ്. അപ്പോൾ നീയും നിന്റെ ഭർത്താവും രണ്ടാം കെട്ടിലെയാണോ ജാനകി? അതുകൊണ്ട് ഇനിയെങ്കിലും ജാനകി, നീ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഈ കൂടെ നടക്കുന്ന ആൾക്കാരുടെ മനോഭാവം എന്താണെന്നൊക്കെ ഒന്ന് ബോധ്യപ്പെട്ടാൽ നിനക്ക് നല്ലത്. എന്തായാലും നിനക്കും നിന്റെ മരുമകൾക്കും മകനും ഭർത്താവിനും ഒന്നും ഇവിടെ യാതൊരു പരിഗണനയുമില്ല. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും കറിവേപ്പില പോലെ എടുത്തവർ പുറത്ത് കളയുകയും ചെയ്യും. ഇതൊക്കെ കേൾക്കുമ്പോൾ ജാനകിക്കും തോന്നുകയാണ് ഈ പറയുന്നതൊക്കെ സത്യമാണല്ലോ എന്ന്. ജാനകി മൗനമായി നിന്നുകൊണ്ട് ചിന്തിക്കുകയാണ്. ശരിയാണ്, ഞാൻ വെറും പൊട്ടിയായിപ്പോയി. ഈ വീട്ടിൽ കുറച്ചുപേരൊക്കെ അധികാരവും സ്വത്തും ഒക്കെ കൈവശപ്പെടുത്തി എല്ലാ കാലഘട്ടത്തിലും രാജാക്കന്മാരെ പോലെ അങ്ങനെ വാഴുകയാണ്. നമ്മൾ അവരുടെ നടുവിൽ വെറുതെ അങ്ങ് ജീവിച്ചു പോകുന്നു. എന്തായാലും ഇനി മുതൽ സംസാരിക്കേണ്ടിടത്ത് സംസാരിക്കണം. അങ്ങനെ ഒരു കൂട്ടർക്ക് വേണ്ടി മാത്രം എല്ലാം അങ്ങ് വിട്ടുകൊടുത്താൽ ശരിയാവില്ലല്ലോ. എന്നിട്ട് വീണ്ടും ജാനകി മനസ്സിൽ മന്ത്രിക്കുകയാണ്. അല്ല, ഇതിനൊക്കെ അജയേട്ടനെ തന്നെയാണ് കുറ്റം പറയേണ്ടത്. അജയേട്ടൻ ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊന്നും യാതൊരു താല്പര്യവുമില്ല, നോട്ടവുമില്ല. അജയേട്ടനെ പോലെ തന്നെയുള്ള ഒരു മോനും. അപ്പൊ പിന്നെ എങ്ങനെയാ കാര്യങ്ങളൊക്കെ ശരിയാവുക? തുടർന്ന് കാണുന്നത് മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും വിവാഹ വാർഷികം വളരെ ഗംഭീരമായി ആഘോഷിക്കുവാനുള്ള നീക്കങ്ങൾ നടക്കുകയാണ്. അതിനുവേണ്ടി അനന്തപുരിയിലുള്ള എല്ലാ ആൾക്കാർക്കും പ്രത്യേകമായി വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ പർച്ചേസ് ചെയ്യുകയും അങ്ങനെ ദേവയാനിയും നയനയും വലിയ സന്തോഷത്തോടെ ഓടി നടന്ന് ഓരോരോ കാര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യുകയാണ്. ക്ഷണിക്കപ്പെട്ട അതിഥികളെല്ലാവരും വെഡ്ഡിങ് ആനിവേഴ്സറി ദിവസം രാവിലെ തന്നെ എത്തുവാൻ തുടങ്ങി. ആ കൂട്ടത്തിൽ നന്ദാവനത്തിൽ നിന്ന് നയനയുടെ അച്ഛനും അമ്മയും നന്ദുവും രാവിലെ എത്തിച്ചേർന്നു. നന്ദുവിനെ കണ്ടപാടെ അനാമികയുടെ ഭാവം അങ്ങ് മാറി. അനാമികയാകെ ദേഷ്യപ്പെട്ട അനിയുടെ പിറകിൽ നിന്നും മാറാതെ നടക്കുകയാണ്. അനിയും നന്ദുവും തമ്മിൽ കാണുവാനോ സംസാരിക്കാനോ പോകട്ടെ, പരസ്പരം ഒന്ന് നോക്കുവാനോ പോലും അനുവദിക്കാതെ, എന്തിനേറെ അനിയെ ഇടം വലം തിരിയുവാൻ അനുവദിക്കാതെ അനാമിക അങ്ങനെ കൂടെ നടക്കുകയാണ്. സത്യത്തിൽ ഈ ഒരു അവസ്ഥയിൽ നന്ദുവിനെ ഒന്ന് കാണണമെന്നും സംസാരിക്കണമെന്നും ഒക്കെ എനിക്ക് വലിയ ആഗ്രഹമുണ്ടെങ്കിലും വല്ലാതെ അനി അങ്ങ് വീർപ്പ് മുട്ടുന്നുണ്ട്. ഇതിനിടയിൽ ദേവയാനിയുടെ ക്ഷണപ്രകാരം തൻ്റെ അടുത്തൊരു സുഹൃത്ത് അവിടേക്ക് വരുന്നു. മുത്തശ്ശനും മുത്തശ്ശിക്കുമുള്ള സമ്മാനങ്ങളുമൊക്കെ ആയിട്ട് എത്തിയ തൻ്റെ സുഹൃത്തിനെ ദേവയാനി സ്വീകരിച്ചിരുത്തുകയും തുടർന്ന് നയനെ അവർക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പറയുകയാണ്, ദേവയാനി, നീ കൂടുതലൊന്നും പരിചയപ്പെടുത്തണ്ട. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും നയനമോളെ എനിക്ക് നന്നായിട്ട് അറിയാം. മാധ്യമങ്ങളിലൊക്കെ വാർത്തയാവുകയും അങ്ങനെ ആഗോള വ്യാപകമായി നിറഞ്ഞു നിൽക്കുകയും ചെയ്യുകയല്ലേ നയന. അപ്പോൾ പിന്നെ നയനയെക്കുറിച്ച് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമുണ്ടോ? ഇങ്ങനെ ഒരു മരുമകളെ കിട്ടിയത് ശരിക്കും ദേവയാനി നിന്റെ ഭാഗ്യമാണ്. തുടർന്ന് അവർ അനാമികയെ ചൂണ്ടിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, അല്ല, ഈ പെൺകുട്ടി ആരാണ്? ഇങ്ങനെ ഒരാളെ ഞാൻ അറിയില്ലല്ലോ. അപ്പോൾ ദേവയാനി, അതും എൻ്റെ മരുമകൾ തന്നെയാണ്, അനിയുടെ ഭാര്യ. ഓ, അത് ശരി. അതായത് ജാനകിയുടെ മകന്റെ ഭാര്യ അല്ലേ? എന്നിട്ട് എന്താ ജാനകി, നീ ഒന്ന് വന്ന് എന്നെ പരിചയപ്പെടുത്താതിരുന്നത്? അപ്പോൾ ജാനകി, അല്ല, നിങ്ങൾ കാര്യമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയല്ലേ, അതിനിടയിലേക്ക് വന്നു കയറി ബുദ്ധിമുട്ടാവേണ്ട എന്ന് കരുതിയിട്ടാണ്. സമയമുണ്ടല്ലോ പരിചയപ്പെടുത്തുവാൻ. അപ്പോൾ അവർ അനാമികയോട് ചോദിക്കുന്നുണ്ട്, മോളുടെ പേരെന്താണ്? നയനയെ അറിയാമെന്നും നയന വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നയാളാണെന്നുമൊക്കെ ആ സ്ത്രീ പറഞ്ഞപ്പോൾ തന്നെ അനാമികയുടെ മുഖഭാവം മാറിയതാണ്. അതുകൊണ്ട് അനാമിക വലിയ ഗൗരവത്തോടെ തൻ്റെ പേര് പറയുന്നുണ്ട്. തുടർന്ന് അനാമികയോട് തൻ്റെ അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും ഒക്കെയുള്ള വിവരങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒറ്റ വാക്കിൽ അനാമിക ഓരോന്നിനും മറുപടി പറഞ്ഞ് അവരെ ഒഴിവാക്കുവാൻ ശ്രമിക്കുകയാണ്. ഈ സംസാരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണുവും രേവതിയും കൂടി ഈ വെഡ്ഡിങ് ആനിവേഴ്സറിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി അവിടേക്ക് എത്തുകയാണ്. ഉടൻ തന്നെ ജാനകി വലിയ ആഹ്ലാദത്തോടെ വേണുവിനെയും രേവതിയെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറയുകയാണ്, ദേ, ആ വരുന്നതാണ് അനാമിക മോളുടെ അച്ഛനും അമ്മയും വേണുവും രേവതിയും. വലിയ സന്തോഷത്തോടെ അത് കേട്ടുകൊണ്ട് വേണുവിനെയും രേവതിയെയും നോക്കിയ ആ സ്ത്രീ പെട്ടെന്നൊരു നിമിഷം ഒന്ന് അമ്പരക്കുന്നുണ്ട്. തുടർന്ന് വല്ലാത്തൊരു ഗൗരവത്തോടെ അവർ കുറച്ചു സമയം വേണുവിനെയും രേവതിയും തന്നെ നോക്കിയിരുന്നു. ഈ സമയത്ത് അനാമിക വലിയ സന്തോഷത്തോടെ ഓടിച്ചെന്നിട്ട് അച്ഛനെയും അമ്മയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് വരികയാണ്. തുടർന്ന് അകത്തെത്തിയതിനു ശേഷം ചോദിക്കുന്നുണ്ട്, അച്ഛ, അമ്മേ, നിങ്ങൾ എന്താണ് ഇത്രയും വൈകിയത്? ഞാൻ എത്ര സമയമായിട്ട് നോക്കിയിരിക്കുകയായിരുന്നു എന്നറിയാമോ? അപ്പോൾ എല്ലാവരെയും കേൾക്കെ വേണു ഉറക്ക വിളിച്ചു പറയുകയാണ്, മോളെ, നേരത്തെ എത്തണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത്യാവശ്യമായ 1-2 ബിസിനസ് മീറ്റിങ്ങുകൾ രാവിലെ ഉണ്ടായിരുന്നു. ഒരു വിധത്തിലും അത് ഒഴിവാക്കാൻ പറ്റില്ല. വിദേശത്തു നിന്നുള്ള ചില ആൾക്കാരൊക്കെ മീറ്റിങ്ങിൽ എത്തുന്നുണ്ടായിരുന്നു. എങ്കിലും അതിനിടയിൽ സമയം കണ്ടെത്തിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. വലിയ വലിയ ബിസിനസ്സുകാരൊക്കെ നമ്മൾക്ക് വേണ്ടി ഫ്ലൈറ്റ് കയറി വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇവിടെ എത്തുമ്പോൾ അവരെ ഒഴിവാക്കുവാൻ പറ്റില്ലല്ലോ മോളെ. അതിൻ്റെ നഷ്ടം നമുക്ക് കൂടി ഉണ്ടാവില്ലേ? ഇനി ഉച്ചയ്ക്ക് ശേഷം വീണ്ടും 1-2 മീറ്റിങ്ങുകൾ കൂടിയുണ്ട്. അതുകൊണ്ട് അച്ഛൻ ആകെ തിരക്കിലാണ്. പിന്നെ
ഇവിടുത്തെ ഈ ആഘോഷവും ഒഴിച്ചു വെക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അതുകൊണ്ട് ഇല്ലാത്ത സമയം കണ്ടെത്തിയ അച്ഛനും അമ്മയും കൂടി പെട്ടെന്ന് ഓടി ഇങ്ങോട്ട് വന്നതാണ്. വേണുവിൻ്റെ ഈ ബെഡായടിയൊക്കെ ദേവയാനിയുടെ ഫ്രണ്ട് കേൾക്കുകയും വേണുവിനെയും രേവതിയും തന്നെ സൂക്ഷിച്ചു നോക്കി അവരിങ്ങനെ ഇരിക്കുകയാണ്. തുടർന്ന് ദേവയാനിയോട് അവർ ചോദിക്കുന്നുണ്ട്, ദേവയാനി, ഇയാളെയും ഈ സ്ത്രീയെയും എനിക്ക് നല്ല ഓർമ്മയുണ്ട്, എവിടെയോ കണ്ട പരിചയം പോലെ. അത് പിന്നെ അവർ വലിയ ബിസിനസ്സുകാരൊക്കെയല്ലേ, അവർക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ എന്തൊക്കെയോ വലിയ ബിസിനസ്സുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ അവിടെ എവിടെയെങ്കിലും വന്നപ്പോൾ കണ്ടതാവാം. അല്ല ദേവയാനി, ഇവിടെ നാട്ടിൽ വെച്ച് തന്നെ അവരെ കണ്ടതായും ഇവരോട് അടുത്തിടപഴകിയതായും എനിക്ക് ഓർമ്മ വരികയാണ്. എന്തായാലും ഞാൻ അവരെ ഒന്ന് മീറ്റ് ചെയ്യട്ടെ, ഒരു പക്ഷേ അവരെന്നെ ഓർക്കുന്നുണ്ടായിരിക്കുമെങ്കിലോ. അതിനെന്താ, പരിചയപ്പെടാലോ എന്ന് പറഞ്ഞ് ദേവയാനി വേണുവിൻ്റെയും രേവതിയുടെയും അരികിലേക്ക് തൻ്റെ കൂട്ടുകാരിയുമായി എത്തുകയാണ്. എന്നാൽ ദേവയാനിയുടെ സുഹൃത്തിനെ കണ്ടപ്പോൾ തന്നെ വേണുവിനും രേവതിക്കും ആളെ പിടികിട്ടി. ഒരു വലിയ ഞെട്ടലായിരുന്നു ഇരുവരിലും ആദ്യമുണ്ടായത്. തുടർന്ന് ആ സ്ത്രീ വേണുവിനും രേവതിക്കും സ്വയം പരിചയപ്പെടുത്തുകയാണ്. ഞാൻ സിത്താര, ഇവിടുത്തെ മൂത്ത മരുമകളുടെ സുഹൃത്താണ്. മലേഷ്യയിലായിരുന്നു, ഒരാഴ്ചയ്ക്ക് മുമ്പാണ് വന്നത്. പക്ഷെ നിങ്ങളെ രണ്ടുപേരെയും കണ്ടപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ എവിടെയോ നമ്മൾ കണ്ടതുപോലെ പരിചയപ്പെട്ടതുപോലെ ഒരു ഓർമ്മ വരുന്നുണ്ട്. എന്നാൽ എത്ര ആലോചിച്ചിട്ടും അത് എവിടെയാണ് എന്നുള്ളൊരു വ്യക്തത വരുന്നില്ല. അപ്പോൾ വേണു പറയുകയാണ്, ഏയ് അങ്ങനെ ഉണ്ടാകാനൊന്നും വഴിയില്ല, എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഓർമ്മയില്ല. രേവതി, നിനക്ക് ഇദ്ദേഹത്തെ എവിടെയെങ്കിലും കണ്ട ഓർമ്മയുണ്ടോ? അപ്പോൾ രേവതിയും പറയുകയാണ്, ഇല്ല വേണുവേട്ടാ, എനിക്കും അങ്ങനെ ഒരു ഓർമ്മ വരുന്നില്ലല്ലോ. അപ്പോൾ വേണു, മാഡത്തിൻ്റെ ഓർമ്മയായിരിക്കും. അതുമാത്രവുമല്ല, ഈ ഒരേപോലെ ഇരിക്കുന്ന 7 പേര് ഈ പ്രപഞ്ചത്തിലുണ്ടാവും എന്നൊക്കെയാണല്ലോ ആൾക്കാർ പറയുന്നത്. ഒരുപക്ഷെ അങ്ങനെയും സംഭവിക്കാൻ സാധ്യതയുണ്ട്. മറ്റാരെങ്കിലും ആയിരിക്കാം കണ്ടിട്ടുണ്ടാവുക. ഇത് കേട്ടിട്ട് ശരിയായിരിക്കാം ഇത് പറഞ്ഞിട്ട് അവർ തിരികെ പോവുകയാണ്. പക്ഷേ ദേവയാനിയോട് അവർ വീണ്ടും പറയുകയാണ്, എടി, എനിക്ക് നല്ല പരിചയമുണ്ട് വരെ, എൻ്റെ മനസ്സിനകത്ത് ഒരു ഡൗട്ടുമില്ല. എന്തായാലും ഞാനൊന്ന് ആലോചിച്ചെടുക്കട്ടെ. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അടുത്തിടപഴകിയിട്ടുമുണ്ട്. ഒരുപക്ഷെ അവരും അത് മറന്നിട്ടുണ്ടാവും, ഇല്ലായെങ്കിൽ മറന്നതുപോലെ അഭിനയിക്കുകയായിരിക്കും. ഇങ്ങനെ പറഞ്ഞ് അല്പസമയം അവർ മൗനമായിട്ടിരിക്കുകയാണ്. തുടർന്ന് പെട്ടെന്ന് അവർ ദേവയാനിയോട് ചോദിക്കുകയാണ്, അല്ല ദേവയാനി, ഈ വേണുവിൻ്റെയും രേവതിയുടെയും മകൾ എന്ന് പറയുന്ന അനാമികയുണ്ടല്ലോ, ആ കുട്ടി അവർക്ക് ഏക മകളാണോ, അതോ അതിന് ആങ്ങളമാരോ അനിയത്തിയോ ചേട്ടനോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല സിത്താരെ, ഏക മകളാണ്. എന്തുപറ്റി? എങ്കിൽ ദേവയാനി, ഞാനൊരു കാര്യം പറയാം, നിനക്ക് വിഷമമാകരുത്. ഒരു സത്യമാണ് കേൾക്കാൻ പോകുന്നത്. സിത്താര ഇത് പറയുമ്പോൾ ദേവയാനിയുടെ മുഖത്ത് ആകാംക്ഷ എങ്ങനെ നിറയുകയാണ്. ദേവയാനി, വേണുവിനെയും രേവതിയെയും മാത്രമല്ല അനാമികയെയും എനിക്ക് നല്ല പരിചയമുണ്ട്. അതെങ്ങനെയാ മലേഷ്യയിൽ കിടക്കുന്ന നിനക്ക് അനാമികയും അച്ഛനെയും അമ്മയും ഒക്കെ പരിചയമുണ്ടാവുന്നത്? നിനക്കറിയാമല്ലോ ദേവയാനി, ഞങ്ങളുടെ ഓർഫനേജിൻ്റെ കാര്യം. കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലായി ഞങ്ങൾക്കിപ്പോൾ 5 ഓർഫനേജുകളുണ്ട്. ഡാഡിയാണ് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഓർഫനേജ് മാത്രമുണ്ടായിരുന്ന സമയത്ത് ഒരു ദിവസം ഈ വേണുവും രേവതിയും കൂടി ആ ഓർഫനേജിലേക്കൊന്ന് വന്നു. അവർ വന്നത് ഒരു കുട്ടിയെ ദത്തെടുക്കാൻ വേണ്ടിയായിരുന്നു. അവർക്ക് കുട്ടികളില്ല, കുട്ടികൾ ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് തന്നെ കുട്ടികളെ ദത്തെടുക്കുന്നതിൻ്റെ ഫോർമാലിറ്റീസൊക്കെ എന്താണ് എന്ന് അവർ അന്വേഷിച്ചിരുന്നു. അപ്പോൾ കുട്ടികളെ ദത്തെടുക്കേണ്ട നിയമപരമായിട്ടുള്ള ഫോർമാലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ അവരോട് വ്യക്തമായി പറഞ്ഞു. ഇതെല്ലാം കേട്ടതിന് ശേഷം ആലോചിച്ച് മറുപടി പറയാം എന്ന് പറഞ്ഞു പോവുകയായിരുന്നു. അതിൻ്റെ പ്രധാന കാരണം, ദത്തെടുക്കുവാൻ പോകുന്ന ആൾക്കാർ ദത്തെടുക്കപ്പെടുന്ന കുട്ടിയുടെ പേരിലേക്ക് അവരുടെ വസ്തുവകകളിൽ പ്രധാനപ്പെട്ടതൊക്കെ എഴുതി വെക്കേണ്ടതായിട്ടുണ്ട്. ഇത് കേട്ടപ്പോഴാണ് അവർ മടങ്ങിപ്പോയത്. എന്നാൽ കുറച്ചു നാൾ കഴിഞ്ഞിട്ട് അവർ വീണ്ടും വന്നു. എന്നിട്ട് അവരതിന് തയ്യാറാണ് എന്നറിയിക്കുകയും അവരുടെ വസ്തുവിൻ്റെയും വീടിൻ്റെയും അവകാശം അവർ ദത്തെടുക്കുവാൻ പോകുന്ന കുട്ടിക്ക് കൂടി പങ്കിടുവാൻ താല്പര്യമുണ്ട് എന്ന് പറയുകയും ചെയ്തു. ഒടുവിൽ നിയമപരമായ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും അവർ ദത്തെടുത്തതാണ് ഈ പെൺകുട്ടിയെ. ഇത്രയും കേട്ടപ്പോഴേക്കും ദേവയാനി ഒരു ഞെട്ടലോടും ഒപ്പം അവിശ്വസനീയതയോടും സിത്താരയുടെ മുഖത്തേക്ക് അങ്ങനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സിത്താരെ, നീ പറയുന്നത് സത്യം തന്നെയാണോ? എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എടി, ഞാനെന്തിനാണ് കള്ളം പറയുന്നത്? സത്യമാണ്. അതുകൊണ്ടല്ലേ എനിക്കിവരെ കണ്ടപ്പോൾ തന്നെ ഡൗട്ടായത്. ഇനിയിപ്പോൾ നിനക്ക് കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഓർഫനേജിലേക്ക് വന്നാൽ മതി. ഇതിൻ്റെ എല്ലാം റെക്കോർഡുകൾ തീർച്ചയായിട്ടും സൂക്ഷിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇതെല്ലാം ഞങ്ങളുടെ ഫയലിലുണ്ട്. പിന്നെ ദേവയാനി, എനിക്ക് അവരെ മനസ്സിലായതുപോലെ തന്നെ അവർക്ക് 2 പേർക്കും എന്നെയും മനസ്സിലായിട്ടുണ്ട്. നീ ശ്രദ്ധിച്ചോ, ഞാൻ അവരെ പരിചയപ്പെടുവാൻ ചെല്ലുന്ന സമയത്ത് അവരുടെ മുഖത്ത് വല്ലാത്തൊരു പരിഭ്രമമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പുണ്ട് ഈ പെൺകുട്ടി ഞങ്ങളുടെ സ്ഥാപനത്തിലെ ഓർഫനായിരുന്നു എന്നുള്ളത്. ഈ കുട്ടിയെ അവർ ദത്തെടുക്കുമ്പോൾ അതിന് 2 വയസ്സായിരുന്നു പ്രായം. ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഓർഫനേജിൽ നിന്നും ഇവരുടെ വീട്ടിൽ പോകുമായിരുന്നു ഈ കുട്ടിയുടെ സ്ഥിതി എന്താണ് എന്നറിയുവാൻ വേണ്ടി. മാത്രവുമല്ല, അവരും വല്ലപ്പോഴുമൊക്കെ ഓർഫനേജിൽ വരികയും ചെയ്യുമായിരുന്നു. എന്നാൽ പിന്നീട് കുറെ കഴിഞ്ഞപ്പോൾ അവർ ആ വീടും സ്ഥലവും ഒക്കെ വിറ്റ് ദൂരേക്ക് എവിടെയോ പോയി എന്ന് കേട്ടു. അതിനുശേഷമാണ് ഈ ബന്ധങ്ങളൊക്കെ മുറിഞ്ഞു പോയത്. അല്ല ദേവയാനി, ഈ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഈ കാര്യങ്ങളൊക്കെ അവർ മറച്ചു വെച്ചിട്ടാണോ വിവാഹം നടത്തിയത്? നിങ്ങളിതേക്കുറിച്ചൊന്നും ആരോടും അന്വേഷിച്ചിട്ടില്ലേ? ഇല്ല സിത്താരെ, പെട്ടെന്ന് വന്നൊരു വിവാഹമായിരുന്നു. മാത്രവുമല്ല,
ആ സമയത്ത് ഇവിടുത്തെ അച്ഛൻ സുഖമില്ലാതെ ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു. അതുകൊണ്ട് അവരെക്കുറിച്ച് കൂടുതലൊന്നും അന്വേഷിച്ചു പോകുവാൻ ആരും തയ്യാറായില്ല. അദ്ദേഹം വലിയ ബിസിനസ്സുകാരനാണ്, അനന്തപുരിക്കാരേക്കാൾ വലിയ ആസ്തിയുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടത് മാത്രമേ എനിക്കറിയുള്ളൂ. വിവാഹമൊക്കെ പെട്ടെന്നായിരുന്നു നടന്നത്. എന്തായാലും നീ വന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞല്ലോ. തുടർന്ന് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു, എല്ലാവരും പിരിഞ്ഞു. പക്ഷേ ദേവയാനി മാത്രം വല്ലാത്തൊരു അസ്വസ്ഥതയിലും ഭാരത്തിലും അങ്ങനെ നടക്കുകയാണ്. ഈ സമയത്ത് ഇത് കണ്ടുകൊണ്ട് ആദർശ് ദേവയാനിയോട് ചോദിക്കുന്നുണ്ട്, അല്ല അമ്മേ, അമ്മ എന്താണ് ഇങ്ങനെ മൗനമായി നടക്കുന്നത്? അമ്മയുടെ മുഖത്ത് എന്തു പറ്റി? എന്തോ ഒരു വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ടല്ലോ. ഈ സമയത്ത് ദേവയാനി താൻ അനാമികയെക്കുറിച്ച് അറിഞ്ഞ കാര്യങ്ങളൊക്കെ ആദർശിനോട് തുറന്നു പറയുകയാണ്. എന്നാൽ ദേവയാനി ആദർശിനോട് ഇത് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അനാമികയെല്ലാം മറഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. വേണു തന്റെ അച്ഛനല്ല എന്നും രേവതി അല്ല തന്നെ പ്രസവിച്ചത് എന്നും കേൾക്കുമ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് അനാമിക ഞെട്ടിത്തരിക്കുകയാണ്. അനാമികയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുവാൻ തുടങ്ങി. താൻ ഇത്രയും കാലം അച്ഛനെന്നും അമ്മയെന്നും വിളിച്ചത് സ്വന്തം മാതാപിതാക്കളെയല്ല, മറ്റാരോ ആണ് തന്റെ അച്ഛനും അമ്മയും എന്നുള്ള ആ തിരിച്ചറിവ് അനാമികയുടെ ഹൃദയത്തെ വല്ലാതെ തകർത്ത് കളഞ്ഞു. അനാമിക ചിന്തിക്കുകയാണ്, ഇനിയിപ്പോൾ എനിക്ക് അച്ഛനെയും അമ്മയും സ്നേഹിക്കാൻ പറ്റുമോ? ശരിക്കുമുള്ള എൻ്റെ മാതാപിതാക്കൾ ആരാണ്? അവർ ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാവുമോ? അവരെ എനിക്ക് കാണുവാൻ കഴിയുമോ? എല്ലാം ചിന്തിച്ചാകപ്പാടെ ഭ്രാന്ത് പിടിച്ച അനാമിക പെട്ടെന്ന് മുറിയിലേക്ക് കയറി കഥകടച്ച ശേഷം തൻ്റെ ബെഡിൽ കമിഴ്ന്നു കിടന്ന് വിങ്ങിപ്പൊട്ടി കരയുകയാണ്. ഈ കാഴ്ച കണ്ടുകൊണ്ട് അനി അപ്പോൾ അവിടേക്ക് വരുന്നുണ്ട്. ജീവിതത്തിൽ ആദ്യമായി അനാമിക പൊട്ടിക്കരയുന്ന കാഴ്ച കണ്ടുകൊണ്ട് അനി ഒരു നിമിഷം അവിശ്വാസത്തോടെ അനാമികയെ തന്നെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട്, ഇവളെന്തിനാണ് ഇങ്ങനെ പൊട്ടിക്കരയുന്നത്? ഇതിന് തക്കവണ്ണം ഇവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ. നന്ദുവുമായി ഞാനൊന്ന് കാണുവാനോ സംസാരിക്കുവാനോ അവസരം തരാതെ എൻ്റെ ചുറ്റിലും വലം വെച്ചുകൊണ്ടിരുന്ന ഇവൾ പെട്ടെന്ന് ഇങ്ങനെ സങ്കടപ്പെടുന്നതിൻ്റെ പിൻപിൽ എന്തോ കാരണമുണ്ടല്ലോ. തുടർന്ന് അനി അനാമികയോട് ചോദിക്കുന്നുണ്ട്, എടി നീ എന്തിനാ ഈ കിടന്ന് കരയുന്നത്? ഇവിടെ ആരെങ്കിലും ചത്തോ? ഈ ചോദ്യം കേട്ടിട്ട് മറുപടി ഒന്നും പറയാതെ അനാമിക വീണ്ടും കട്ടിലിൽ തന്നെ മുഖമമർത്തി കമിഴ്ന്നു കിടക്കുകയാണ്. വീണ്ടും പലയാവർത്തി അനി ചോദിക്കുന്നുണ്ട്. എങ്കിലും അനാമികയിൽ നിന്ന് മറുപടി ഒന്നും ലഭിക്കാതെ വരുമ്പോൾ അനിയും ആകെ ആശയക്കുഴപ്പത്തിലായി. തുടർന്ന് ദേവയാനി വഴി ഈ വാർത്ത മുത്തശ്ശനും മുത്തശ്ശിയും അനിയും ഒടുവിൽ ജാനകിയും തിരിച്ചറിയുന്നു. തൻ്റെ മരുമകൾ അനാഥാലയത്തിൽ വളർന്ന പെൺകുട്ടിയായിരുന്നു എന്ന് തിരിച്ചറിയുന്ന ജാനകിയുടെ ഹൃദയം പൊട്ടിപ്പോയി. ജാനകി വല്ലാതെ സങ്കടപ്പെടുകയാണ്. എന്നിട്ട് സ്വയം പറയുകയാണ്, എൻ്റെ തിരഞ്ഞെടുപ്പ് തെറ്റിപ്പോയല്ലോ ഈശ്വര. പക്ഷേ അനിക്കാവട്ടെ യാതൊരു കുലുക്കവുമില്ല. അനി ജാനകിയോട് പറയുന്നുണ്ട്, അവൾ അനാഥയല്ല. ശരിക്കും വേണുവും രേവതിയും അവളുടെ അച്ഛനും അമ്മയും ആണെങ്കിൽ പോലും എനിക്ക് അവളോട് യാതൊരു താല്പര്യവുമില്ല. എന്നെ ഒതുക്കാൻ വേണ്ടി അമ്മ തിരഞ്ഞെടുത്ത ഏറ്റവും വലിയ ആയുധമായിരുന്നല്ലോ അനാമിക. ഒടുവിൽ അമ്മയുടെ മുൻപിൽ എല്ലാം തകർന്നു വീഴുകയായിരുന്നു. അതുകൊണ്ട് അമ്മ തന്നെ ആലോചിക്കുക ഇതിനുള്ള പരിഹാരം എന്താണെന്ന്. എന്തായാലും എൻ്റെ വിധി ഇതായിപ്പോയി. ഇനിയിപ്പോൾ ആരെയും പഴിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇത് പറഞ്ഞ് സങ്കടത്തോടുകൂടി അനി ഇറങ്ങിപ്പോകുമ്പോൾ ആ കാഴ്ച കണ്ട് നിറകണ്ണുകളോടുകൂടി ജാനകി ഇരിക്കുകയാണ്. അനാഥാലയത്തിൽ നിന്നും ദത്തെടുക്കപ്പെട്ട കുട്ടിയാണ് താൻ എന്നുള്ള ആ തിരിച്ചറിവിനോട് തുടർന്ന് അനാമികയ്ക്ക് എങ്ങനെയാണ് പൊരുത്തപ്പെടുവാൻ കഴിയുക? വേണുവിനോടും രേവതിയോടുമുള്ള അനാമികയുടെ തുടർ സമീപനങ്ങൾ എന്തൊക്കെയായിരിക്കും? വരുവാൻ പോകുന്ന ത്രില്ലടിപ്പിക്കുന്ന കാഴ്ചകൾക്ക് വേണ്ടി നമുക്കും കാത്തിരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാതെ പോകരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും ബൈ ബൈ.